എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഐറ്റിനറി പഠിച്ചു, കോസ്റ്റിംഗ് ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് ഗൈഡുകളെ കുറിച്ചാണ്. ഗൈഡുകൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ടൂറിസ്റ്റുകൾ ഒരു കണ്ടക്ടർ ടൂറിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവർക്ക് ഏറ്റവും അധികം സഹായം ചെയ്യുന്ന, ആ ടൂർ വിജയിപ്പിക്കാൻ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ ഗൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗൈഡ് ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പം ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളിൽ ചിലർക്കെങ്കിലും നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു ടൂറിസ്റ്റ് ഗൈഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ടൂറിസ്റ്റ് ഗൈഡ് ഒരു മോശമാണെന്നുമല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്ന, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്ന, നല്ല ഹോട്ടലുകളിലും നല്ല റിസോർട്ടുകളിലൊക്കെ താമസിക്കാൻ പറ്റുന്ന, ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടുന്ന ഒരു നല്ല പ്രൊഫഷനാണ് ഗൈഡിങ്. അത് മാത്രമല്ല, ഗൈഡിങ്ങിന് കിട്ടുന്ന ശമ്പളവും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന നിലവിലുള്ള ഗൈഡിന്റെ ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഏതാണ്ട് 2000 രൂപയോളമാണ്. അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വഴിക്ക് പറയാം. പക്ഷെ അത്രയും നന്നായിട്ട് ശമ്പളം കിട്ടുന്ന, ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയ, വളരെ ഫാഷനബിൾ ആയ ഒരു പ്രൊഫഷനാണ് ഗൈഡിംഗ് എന്ന് മാത്രം ഓർക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഗൈഡ്സിനെ കുറിച്ച്. ഒന്ന്, ഏതൊക്കെ തരത്തിൽ ഗൈഡുകളുണ്ട്, കാറ്റഗറീസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഗൈഡ്സ്. ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ഗൈഡ്സ് ഉള്ളത് 3 തരത്തിലാണ്. അതിനു മുമ്പേ ഗൈഡ് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഗൈഡ് അത്യാവശ്യം ട്രെയിനിങ് ഉള്ള, ആ ട്രെയിനിങ്ങിന് തെളിവായിട്ട് ഒരു ലൈസൻസ് ഉള്ള ഒരാളാണ്. ഇയാളെ ഒരു സ്ഥലത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ അവരുടെ സഹായത്തിനായിട്ട് വിളിക്കുന്നു. ആ ആളുകൾക്ക് നല്ല രീതിയിൽ ആ സ്ഥലം കണ്ട് തിരിച്ചു പോകാൻ, സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഗൈഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ അയച്ച നോട്ടിൽ അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാം. എ ഗൈഡ് ഈസ് എ പ്രൊഫഷണലി ട്രെയിൻഡ് ആൻഡ് ലൈസൻസ്ഡ് പേഴ്സൺ ഹു ഈസ് ഹയർഡ് ബൈ ദ ടൂറിസ്റ്റ് ഫോർ ഹെൽപ്പ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തെ കാര്യങ്ങൾ സ്വന്തമായി കാണാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ നാടിനെ കുറിച്ച് നല്ല അറിവുള്ള നാട്ടുകാരനായ ഒരാളെ സഹായത്തിന് വേണ്ടി ടൂറിസ്റ്റുകൾ വിളിക്കുന്നു. ഇങ്ങനെ വിളിക്കുന്ന ആളാണ് ഗൈഡ്. നമുക്ക് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഗൈഡുകളാണുള്ളത്. ഒന്നാമത്തേത് എ ക്ലാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഗൈഡുകൾ എ ക്ലാസ് ഗൈഡുകളാണ്. അപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും രാജ്യം മുഴുവൻ ഗൈഡ് ചെയ്യാൻ അനുവാദമുള്ള ഗൈഡുകളുണ്ട്. നിലവിൽ ഇന്ത്യയിൽ അങ്ങനല്ല, റീജിയണൽ ഗൈഡുകളാണ്. ഒരു പ്രദേശം മാത്രം ഗൈഡ് ചെയ്യാനാണ് ഇന്ത്യയിൽ ഗൈഡ് ലൈസൻസ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എ ക്ലാസ് ഗൈഡ് എന്ന് പറഞ്ഞാൽ സദേൺ റീജിയൻ അല്ലെങ്കിൽ നോർത്തേൺ റീജിയൻ മാത്രം ഗൈഡ് ചെയ്യാനുള്ള അനുവാദം കിട്ടുള്ളൂ. ഇന്ത്യ മുഴുവൻ ഗൈഡ് ചെയ്യാനുള്ള ലൈസൻസ് നിലവിൽ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ഗൈഡിന് ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? അതിനൊരു കോഴ്സൊക്കെ നടത്തിയിട്ട് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആണ് ഈ ഗൈഡുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ എ ഗ്രേഡ്, എ ക്ലാസ് ഗൈഡുകൾ എന്ന് പറയുന്നത് ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചതിന് ശേഷം പരീക്ഷയൊക്കെ എഴുതി പാസ്സായി കഴിയുമ്പോൾ സർക്കാർ അംഗീകാരം കൊടുക്കുന്ന, ലൈസൻസ് കൊടുക്കുന്ന ഗൈഡുകളാണ്. അപ്പോൾ ഇന്ത്യ മുഴുവൻ ഗൈഡില്ല എന്ന് പറഞ്ഞു. സദേൺ റീജിയൻ എന്ന് പറയുമ്പം അതിനകത്ത് വരുന്ന കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, ഇത്രയും പ്രദേശം മാത്രമേ ഒരു സദേൺ റീജിയൻ ഗൈഡിന് ഗൈഡ് ചെയ്യാൻ പറ്റൂ. വടക്കേ ഇന്ത്യയിലേക്ക്, താജ്മഹലിലേക്കോ അല്ലെങ്കിൽ ഗോവയിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട റീജിയനിലെ ഗൈഡ് ലൈസൻസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഗൈഡ് ലൈസൻസ് ഈ പറയുന്ന എ ക്ലാസ് ലൈസൻസ് ആണ്. അത് ഡിഗ്രി 2nd ക്ലാസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കോളേജിലെ ഡിഗ്രി പോലെ സ്ഥിരമായിട്ട് ഈ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയല്ല. ആവശ്യം വരുന്ന സമയത്ത് ഗൈഡുകൾ ഈ നാട്ടിൽ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു കോഴ്സ് നടത്തുക. നമുക്കിവിടെ കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഗൈഡ് ട്രെയിനിങ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഒക്കെ കൂടുമ്പോൾ മാത്രമാണ് ഗൈഡിന് വേണ്ടിയുള്ള പരീക്ഷകളും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നത്. 6 മാസത്തെ കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ആ കോഴ്സിൽ പങ്കെടുക്കാവുന്നതും, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സായി നല്ല രീതിയിൽ ഗൈഡിങ് നടത്താവുന്നതുമാണ്. അപ്പൊ എ ക്ലാസ് ഗൈഡ് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് റീജിയണൽ ഗൈഡായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഗൈഡ്. രണ്ടാമത്തെ ഗൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗൈഡാണ്, ബി ക്ലാസ്. അത് നമുക്കറിയാം, ഓരോ സ്റ്റേറ്റിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം അവിടുത്തെ ആവശ്യമനുസരിച്ച് ആളുകളെ ട്രെയിൻ ചെയ്ത് നടത്തുന്ന
ഗൈഡ് കോഴ്സാണ് ബി ക്ലാസ് ഗൈഡുകളെ നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ അത് കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെന്റ് ആയിരിക്കും നടത്തുക, കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആയിരിക്കും നടത്തുക, തമിഴ്നാട്ടിലാണെങ്കിൽ അവരായിരിക്കും നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഗൈഡുകൾക്ക് ആ ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രമാണ് ഗൈഡിങ്ങിന് അനുവാദം ഉണ്ടാവുക. സംസ്ഥാനത്തിന് പുറത്ത് പോകണമെങ്കിൽ എ ക്ലാസ് ലൈസൻസ് വേണ്ടി വരും. മൂന്നാമത്തെ തരം ലൈസൻസ് സ്പോട്ട് ഗൈഡുകളാണ്. സ്പോട്ട് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് മാത്രം ഗൈഡ് ചെയ്യാൻ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോട്ട് ഗൈഡ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒന്ന് ഫോർട്ട് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് സ്പോട്ട് ഗൈഡുകൾ. തേക്കടിയിൽ സ്പോട്ട് ഗൈഡുകളുണ്ട്, മൂന്നാറിലുണ്ട്, കുമരകത്തുണ്ട്, കോവളത്തുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശം, ടൂറിസ്റ്റുകൾ വരുന്ന ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഗൈഡിംഗ് ആണ് സ്പോട്ട് ഗൈഡുകൾ. അത് പ്രധാനമായും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പോട്ട് ഗൈഡ് ലൈസൻസുകൾ കിട്ടുന്നത്. മോണ്യുമെന്റ് ഗൈഡ്സ്, ചരിത്ര സ്മാരകങ്ങളിൽ അല്ലെങ്കിൽ കോട്ടകളിൽ, കൊട്ടാരങ്ങളിൽ, അങ്ങനെ പുരാവസ്തു, ആർക്കിയോളജി എന്ന് പറയുന്നത് പുരാവസ്തു വകുപ്പാണ്. അപ്പോൾ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉള്ള ഗൈഡിംഗ് ആണ് പ്രധാനമായും സ്പോട്ട് ഗൈഡുകൾ നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഒരു സ്പോട്ട് ഗൈഡ് ആ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റ് ആകർഷണങ്ങളിലും ഗൈഡിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്, ടൈപ്സ് ഓഫ് ഗൈഡ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഗൈഡ്സ്. മൂന്നാണ്, എ, ബി, സി. എ ആണ് ഏറ്റവും കൂടിയത്, ഇത് റീജിയൻ ആണ്. ബി സ്റ്റേറ്റ് ആണ്. സി ഒരു സ്ഥലമാണ്, സ്പോട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു നല്ല ഗൈഡിന് ഉണ്ടായിരിക്കേണ്ട എറ്റിക്കറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എറ്റിക്കറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആചാര മര്യാദകൾ എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ പറയും നല്ലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് എറ്റിക്കറ്റ് ഉണ്ട്. സ്പൂണും, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു നല്ല ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെയാണ് നിങ്ങൾ പോകണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ഏത് കയ്യിലാണ് സ്പൂൺ എടുക്കേണ്ടത്, ഏത് കയ്യിലാണ് നൈഫ് പിടിക്കേണ്ടത്, ഏത് കയ്യിലാണ് ഫോർക്ക് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടേബിൾ എറ്റിക്കറ്റ് ആണ്. ഒരാളെ പരിചയപ്പെടുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നു, അല്ലെങ്കിൽ അയാളോട് താങ്ക് യു പറയുന്നു, പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ സോറി പറയുന്നു, അയാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്നു, ഇതൊക്കെ എറ്റിക്കറ്റ് ആണ്. അപ്പൊ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ, ആചാര മര്യാദകളാണ്. അപ്പൊ ഒരു നല്ല ഗൈഡ് ആകണമെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവേണ്ട ആചാര മര്യാദകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഗൈഡ് നമ്മൾ പറഞ്ഞു ടൂറിസ്റ്റിന്റെ കൂടെ ടൂറിന്റെ തുടക്കം മുതൽ ടൂറിന്റെ അവസാനം വരെ നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റിന് ഒരു നല്ല അനുഭവം, ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഗൈഡ് എന്നതാണ് എറ്റിക്കറ്റിൽ പറയുന്നത്. കുറെ അധികം കാര്യങ്ങളുണ്ട്, അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്കായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് ഒരു നല്ല ഗൈഡ് എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. എന്ത് പ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പണ്ടുതൊട്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ദേഷ്യമാണുള്ളതെങ്കിൽ ഞാൻ അന്ന് മുഴുവൻ ദേഷ്യപ്പെട്ട് കരിച്ചു പിടിച്ചിരിക്കണം. ഇതാണ് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്നത്. അങ്ങനല്ല. നിങ്ങളൊരു സർവീസ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഗൈഡായിട്ട് ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്നതിന് യാതൊരു പ്രസക്തിയും അവിടെയില്ല. നിങ്ങൾക്ക് മനസ്സിൽ സങ്കടമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വേദനയാണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല ചിരിക്കുന്ന മുഖത്തോടെ നല്ല ഊർജ്ജസ്വലമായ രീതിയിൽ ടൂറിസ്റ്റുമായിട്ട് ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല അനുഭവം ഇടപെടുന്ന ടൂറിസ്റ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചിരിക്കുക. പൊട്ടിച്ചിരിക്കണം എന്നാരും പറയുന്നില്ല, പക്ഷെ എപ്പോഴും മുഖത്ത് ഒരു പ്രസന്നഭാവം, ഒരിക്കൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒന്നുകൂടെ നോക്കാൻ ടൂറിസ്റ്റിന് തോന്നുന്ന രീതിയിലുള്ള ഒരു മുഖഭാവം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഏത് കാര്യം അവർ ചോദിച്ചാലും അത് നല്ലൊരു മുഖത്തോടെ സ്വീകരിക്കുകയും നല്ലൊരു സന്തോഷകരമായ ഒരു അപ്രോച്ചോടെ മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് ഒരു ഗൈഡിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, സാറ്റിസ്ഫൈഡ് ടൂറിസ്റ്റ് ഈസ് യുവർ ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ്. ടൂർ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ടൂറിസ്റ്റ് ഹാപ്പി ആയിട്ടാണ്, സന്തോഷമായിട്ടാണ്, സംതൃപ്തിയിലാണ് പോണതെങ്കിൽ ആ ടൂറിസ്റ്റ് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല പരസ്യമാണ്. നമ്മുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് സംതൃപ്തനായി തിരിച്ചു പോകുന്ന ടൂറിസ്റ്റാണ്. സംതൃപ്തി ഇല്ലാതെ കലിപ്പോടെ, ദേഷ്യത്തോടെ, വിഷമത്തോടെ പോകുന്ന ഒരു ടൂറിസ്റ്റിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. എ ഡിസാറ്റിസ്ഫൈഡ് ടൂറിസ്റ്റ് ഈസ് യുവർ വേഴ്സ്റ്റ് എനിമി. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കേരളത്തിലേക്ക് വരും, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ടൂറിസ്റ്റിന്റെ ഗൈഡിന്റെ കയ്യിലിരിപ്പ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ ടൂറ് അയാൾക്കൊരു നല്ല അനുഭവം ആയില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകുന്ന ദേഷ്യത്തോടെ ആയിരിക്കും. പിന്നെ അയാൾ തിരിച്ചു വരികയില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് നമുക്കുള്ള ഏറ്റവും വലിയ പാരയുമായിരിക്കും.
അപ്പോൾ ഒരിക്കലും ഒരു ടൂറിസ്റ്റിന് സങ്കടകരമായ വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ അയാളെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് കെയർ ചെയ്ത് അയാളെ സംതൃപ്തനായിട്ട് തിരിച്ചു വിടുക എന്നതാണ് നല്ലൊരു ഗൈഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പൊ നമ്പർ 1 പ്ലസന്റ് ആയിരിക്കണം, നല്ലൊരു ചിരിക്കുന്ന മുഖഭാവം ഉണ്ടായിരിക്കണം. 2 നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനൊരു ആശയം അങ്ങോട്ട്, ഒരു ഗൈഡ് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഒരു ആശയം ഗൈഡിന് പാസ് ചെയ്താൽ കൃത്യമായിട്ട് കേട്ടത് മനസ്സിലാക്കണം, ആലോചിച്ചിട്ട് കറക്റ്റായിട്ടൊരു ഉത്തരം അതിന് പറയണം. ആ പറയുന്ന കാര്യം ടൂറിസ്റ്റിന് മനസ്സിലാകുകയും വേണം. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുക. അപ്പോൾ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റണം. നമുക്കറിയാം, ടൂറിസ്റ്റിന് സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു ഗൈഡിന്റെ സേവനം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഗൈഡിനോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ടൂറിസ്റ്റിന് അത് വലിയ സംശയമായിരിക്കും, പക്ഷെ ഗൈഡിനെ സംബന്ധിച്ച് അത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ചിരിക്കാനോ പുച്ഛിക്കാനോ കളിയാക്കാനോ കേട്ടില്ല നടിക്കാനോ ഒന്നും പാടില്ല. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ തീർച്ചയായിട്ടും ഒരു ഗൈഡിന് ബാധ്യതയുണ്ട്. അത് അയാളുടെ ഒരു എറ്റിക്കറ്റിന്റെ ഭാഗമാണ്. പിന്നെ നല്ലൊരു ലിസണർ ആകുക, നല്ലൊരു കേൾവിക്കാരനാകുക. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ അസ്യൂം ചെയ്യും, ഇന്നതായിരിക്കും ചോദ്യം, നമ്മൾ ഉത്തരം ചാടി പറയും. അതൊരിക്കലും ശരിയല്ല. ഒരു ഗൈഡിനെ സംബന്ധിച്ചൊന്നും ഒരിക്കലും ശരിയല്ല. എന്താണ് ടൂറിസ്റ്റ് ചോദിക്കുന്നതെന്ന് ക്ഷമയോടെ കേൾക്കുക, എന്താണ് മറുപടി പറയേണ്ടതെന്ന് ആലോചിക്കുക, എന്നിട്ട് മാത്രം മറുപടി പറയുക. അപ്പോൾ കൃത്യമായി ലിസണിങ് ഉണ്ടാവണം, നന്നായിട്ട് നല്ലൊരു കേൾവിക്കാരനാവണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് 2 ചെവികളുണ്ട്, പക്ഷെ സംസാരിക്കാൻ നമുക്ക് ഒരു വായാണുള്ളത്. അപ്പൊ പറയുന്നതിനേക്കാൾ ഇരട്ടി കേൾക്കണമെന്നാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. കാരണം 2 ചെവികളുണ്ടല്ലോ, ഒരു ചെവി മതിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കേൾവിക്കാരനാകുക, നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ പറ്റുക എന്നത് ഒരു ഗൈഡിന് വേണ്ട നല്ലൊരു മര്യാദയാണ്. അടുത്തത് വെൽ ഗ്രൂംഡ് ആയിരിക്കണം, വെൽ മാനേർഡ് ആയിരിക്കണം. ഗ്രൂമിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, കഴിഞ്ഞ വർഷം. വെൽ ഗ്രൂംഡ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേഷം ഉണ്ടാവണം. നല്ല തേച്ച വൃത്തിയാക്കിയ നല്ല രീതിയിലുള്ള വേഷം, ഫുൾ സ്ലീവ്സ് ഒക്കെ വേണ്ടി വരും, ഷൂ വേണ്ടി വരും, ബെൽറ്റ് വേണ്ടി വരും, ഇൻ ചെയ്യേണ്ടി വരും, എല്ലാ ദിവസവും കുളിക്കേണ്ടി വരും. കുളിക്കുന്ന സമയത്ത് സോപ്പോ അല്ലെങ്കിൽ സ്പ്രേയോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. തലമുടിയൊക്കെ കൃത്യമായിട്ട് വെട്ടേണ്ടി വരും, ഇത് ചീകേണ്ടി വരും, ഇവിടെ ജെല്ലോ എണ്ണയോ ഒക്കെ ചിലപ്പോൾ തേക്കേണ്ടി വരും. അതായത് പലപ്പോഴും നമ്മളിൽ പലരും സ്കൂളിൽ വരുന്ന പോലെ രാവിലെ അലക്കുകയും കുളിക്കുകയും ഒന്നും ചെയ്യാതെ ചാടിക്കേറി ഒരു ഗൈഡായിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. ഒരു നോബിളായ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ ആ വരുന്ന ഗസ്റ്റുകളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു വേഷവും വളരെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റവും മര്യാദയും ഒക്കെ നമുക്ക് വേണം. സോറി, താങ്ക് യു, ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഗൈഡ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പങ്ക്ച്വൽ ആയിരിക്കണം. അടുത്തത് എന്താ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഇല്ലാത്തൊരു സാധനമാണ്. രാവിലെ 9 മണിക്ക് റെഡിയായിട്ട് നിൽക്കാൻ ഐറ്റിനറി അനുസരിച്ച് ഗസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8:45 ആകുമ്പോൾ ഗൈഡ് റെഡി ആയിരിക്കണം. ഒരിക്കലും ടൂറിസ്റ്റ് ഗൈഡിന് വേണ്ടി കാത്തു നിൽക്കാൻ ഇടയാവരുത്. പലപ്പോഴും നമുക്കറിയാം, 9 മണിക്ക് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മുടെ പല സാറന്മാരും പല സുഹൃത്തുക്കളും ഒക്കെ വരണത് 9:05-നും 9:10-നും ഒക്കെയാണ്. അങ്ങനത്തെ പരിപാടിയൊന്നും ചിന്തിക്കുക പോലും വേണ്ട. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പങ്ക്ച്വലായിട്ട് പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ ഈ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ നോക്കാൻ, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി എത്താനുള്ള ഉത്തരവാദിത്വം ഗൈഡിനുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റിലയബിൾ ആയിരിക്കണം. അടുത്തത് എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്നതായിരിക്കും. ഇപ്പൊ പലപ്പോഴും പല ഗൈഡുകളും വളരെ ചുരുക്കമാണെങ്കിൽ തന്നെയും പല ഗൈഡുകളും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, തേക്കടിയിൽ വന്നു കഴിഞ്ഞാൽ തേക്കടിയിൽ സ്പൈസ് ഗാർഡൻ വിസിറ്റ് ഉണ്ട്. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യുന്നത് കാണാൻ വേണ്ടിയുള്ള യാത്രകൾ. ഒരുപാട് ഗാർഡനുകളുണ്ട്, നല്ലതുകൊണ്ട് ഉടായ്പുണ്ട്. അപ്പോൾ നല്ലൊരു ഗൈഡാണ് നിങ്ങളെങ്കിൽ ആ തേക്കടിയിലൊരു ഗസ്റ്റിനെയും കൊണ്ട്, ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് നിങ്ങളൊരു സ്പൈസ് ഗാർഡൻ വിസിറ്റ് പോകുമ്പോൾ തേക്കടിയിലെ ഏറ്റവും മികച്ച ഒരു ഗാർഡനിൽ കൊണ്ടുപോയി അവർക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന എന്താണ്, ഏറ്റവും കൂടുതൽ കമ്മീഷൻ തരുന്ന ആരാണോ അയാളുടെ പ്രോപ്പർട്ടിയിലേക്കാണ് പലപ്പോഴും ഗൈഡ് ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുക. നമ്മൾ ആലോചിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്ത് വരുമ്പോൾ, എക്സാമ്പിൾ തേക്കടിയിൽ എന്തൊക്കെ ടൂറിസ്റ്റ് കാണണം എന്ന് തീരുമാനിക്കുന്നത് സത്യം പറഞ്ഞാൽ ഗൈഡാണ്. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗൈഡിന്റെ കണ്ണിൽ കൂടെയാണ് എപ്പോഴും ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്തെ കാണുക. ഗൈഡിനെ കുറിച്ച് നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഗൈഡ് ഈസ് ദ കൾച്ചറൽ അംബാസഡർ ഓഫ് എ കൺട്രി. ഒരു സാംസ്കാരിക നയതന്ത്ര പ്രതിനിധിയാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരം ടൂറിസ്റ്റിന് അറിയിക്കാൻ വേണ്ടി
നമ്മൾ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് ഗൈഡുകൾ. ആ ഒരു വലിയ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കേണ്ടതാണ്. പലപ്പോഴും കമ്മീഷൻ കൂടുതൽ തരുന്ന സ്ഥലങ്ങളിലേക്ക്, ക്വാളിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, നിലവാരമില്ലാത്ത പ്രവൃത്തികളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് ചാടിക്കാൻ ഗൈഡുകൾ ചിലപ്പോഴെങ്കിലും തയ്യാറാകുന്നുണ്ട്. അത് വളരെ വളരെ മോശമായൊരു പ്രവണതയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ റിലയബിൾ ആയ ഒരാളായിരിക്കണം. ഗൈഡിനെ 100% വിശ്വസിക്കാൻ ടൂറിസ്റ്റിന് സാധിക്കണം. കാരണം ടൂറിസ്റ്റ് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാൻ എക്സ്പെർട്ടായ ഒരാളെയാണ് കൂടെ വിളിക്കുന്നത് ഗൈഡായിട്ട്. അപ്പോൾ ഗൈഡിന് 100% വിശ്വസിക്കുകയാണ് സാധാരണഗതിയിൽ ടൂറിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ, ടൂറിസ്റ്റിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായി മാറാൻ ഗൈഡിന് സാധിക്കണം. കമ്മീഷന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സംഗതി മൊത്തത്തിൽ ബുദ്ധിമുട്ടാകും. ഓക്കെ, പ്രൊവൈഡ് കറക്റ്റ് ഇൻഫർമേഷൻ. അടുത്തത്, ഒരു സ്ഥലത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ടൂറിസ്റ്റിന് കൊടുക്കാൻ ഗൈഡിന് സാധിക്കണം. ഗൈഡ് പണി നിങ്ങൾ വിചാരിക്കരുത്, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഗൈഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഓരോ സ്ഥലത്തും നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഗൈഡിന് ഒരു അറിവ് വേണം. എങ്കിലേ ഏറ്റവും പുതിയ വിവരങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തേക്കടിയിൽ രാവിലെ 8 മണി തൊട്ട് ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ടൂറിസ്റ്റുകളെ ഗൈഡുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് രാവിലെ 8 മണിക്കുള്ള ബോട്ടിങ് വേണ്ടെന്ന് വെച്ചിട്ട് അവർ ഉച്ച കഴിഞ്ഞ് മാത്രമാക്കും ബോട്ടിങ്. ഇത് ഗൈഡ് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് മൊത്തം പ്രശ്നമാകുന്നത്. ടിക്കറ്റും ഇല്ല, ബോട്ടിങ്ങും ഇല്ല, ആകെ സമയം വെറുതെ പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ഓരോ സ്ഥലത്തേക്കും ഗൈഡ് ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടാകുന്ന പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ച്, അവിടുത്തെ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന പുതിയ ആകർഷണങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ ഒരു ഗൈഡിനുണ്ടായെങ്കിൽ മാത്രമേ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ടൂറിസ്റ്റിന് കൊടുക്കാൻ പറ്റൂ. ട്രാവൽ ഏജന്റിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന പോലെ ഗൈഡിൽ നിന്നും ഒരു ടൂറിസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ആക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷനാണ്. ഏറ്റവും കൃത്യവും ഏറ്റവും പുതിയതുമായ വിവരമാണ് എപ്പോഴും ഒരു ഗൈഡിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ആ വിവരങ്ങൾ കൊടുക്കണമെങ്കിൽ ഗൈഡ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം അതിന് തയ്യാറായെങ്കിൽ മാത്രമേ ഒരു നല്ല ഗൈഡായിട്ട് ടൂറിസ്റ്റിന്റെ മനസ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ. യൂസ് ജെന്റിൽ ലാംഗ്വേജ്. നല്ല ഭാഷയായിരിക്കണം ടൂറിസ്റ്റിന്റെ അടുത്ത് ഗൈഡ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം സ്ലാങ്, നാടൻ രീതികളോ അല്ലെങ്കിൽ ഓ ഈ അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു കാര്യം ടൂറിസ്റ്റ് പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വെക്കുന്ന ഒരു കാര്യമാണ് ഒന്നും പാടില്ല, സോറി സർ, ഐ കുഡന്റ് ഹിയർ യു. അപ്പൊ ആ രീതിയിൽ നല്ല മര്യാദയിൽ കാര്യങ്ങൾ പറഞ്ഞ് നല്ല ഭാഷയും നല്ല സംഭാഷണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഗൈഡായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും വളരെ പ്രധാനമാണ്. ജെന്റിലായ ലാംഗ്വേജ്, നല്ല ജെന്റിൽമാൻ, നല്ല സംസ്കാരമുള്ള ഒരാളുടേതായ ഒരു ഭാഷയാണ് എപ്പോഴും ഗൈഡ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ബി ഫ്രണ്ട്ലി ആൻഡ് കൈൻഡ്. അപ്പോൾ നമ്മൾ ഒരു നല്ല സുഹൃത്തിനെ പോലെ വേണം എപ്പോഴും ഒരു ടൂറിസ്റ്റിനോട് ഇടപെടാൻ. എന്ന് പറഞ്ഞ് പോയി തോളൊക്കെ ഇടണമെന്നല്ല. അപ്പോൾ നമുക്ക് ഒരു അകലത്തിന്റെ ആവശ്യമില്ല. കാരണം ഒരു 10 ദിവസത്തെ ടൂർ പ്രോഗ്രാമിൽ നിങ്ങളെ ഒരു ടൂറിസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ആ ടൂർ വിജയിപ്പിക്കാൻ ഒരു ടീമായിട്ട് നിൽക്കണം ടൂറിസ്റ്റും ഗൈഡും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല സുഹൃത്തിനെ പോലെ എപ്പോഴും ഏത് ആവശ്യത്തിനും നിങ്ങളെ സമീപിക്കാവുന്ന ഒരു രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ടൂറിസ്റ്റിന് നിങ്ങളോട് താല്പര്യം വരുള്ളൂ. വളരെ സൗഹൃദത്തോടെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗൈഡായിട്ട് മാറാൻ പറ്റുള്ളൂ. അടുത്തത് ബി പോസിറ്റീവ്. നമുക്കറിയാം ഏത് കാര്യത്തിനും നമുക്ക് രണ്ടായിട്ട് കാണാം, പോസിറ്റീവായിട്ടും കാണാം, നെഗറ്റീവായിട്ടും കാണാം. നമ്മുടെ ആളുകൾ പൊതുവെ നെഗറ്റീവാണ്. ഇല്ല, അല്ല, പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണ് പൊതുവെ. പക്ഷെ ഒരു ടൂറിസ്റ്റിന്റെ അടുത്ത് ടൂറിസ്റ്റിന് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പറ്റുമോ എന്ന് ആലോചിച്ച് നിൽക്കാതെ തീർച്ചയായിട്ടും പറ്റും എന്ന ഒരു കാഴ്ചപ്പാടിൽ ടൂറിസ്റ്റുകളെ സഹായിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്ന ഒരു ആളാണ് ഒരു നല്ല ഗൈഡായിട്ട് മാറുക. അപ്പോൾ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി, എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ടൂർ വിജയിക്കുള്ളൂ, നിങ്ങൾക്കൊരു നല്ല ഗൈഡാവാനും പറ്റുള്ളൂ. അവോയ്ഡ് ആർഗ്യുമെന്റ്സ് വളരെ പ്രധാനമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ടൂറിസ്റ്റുകൾ പറഞ്ഞേക്കാം. പക്ഷെ ഒരിക്കലും ടൂറിസ്റ്റിനോട് തർക്കിക്കാൻ പാടില്ല. കാരണം ടൂറിസ്റ്റ് ആണ് നിങ്ങൾക്കൊരു ജോലി തരുന്നത്, ടൂറിസ്റ്റ് ആണ് നിങ്ങളുടെ അന്നദാതാവ്, ടൂറിസ്റ്റിന്റെ സന്തോഷമാണ് പ്രധാനം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ മാറ്റിവെക്കണം, ടൂറിസ്റ്റിന്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കണം. വളരെ നല്ല രീതിയിൽ ടൂറിസ്റ്റിനോട് പെരുമാറാൻ ഇടപെടാനും പറ്റണം. ഒരിക്കലും ഒരു മോശമായ വാക്കോ ഒരു ദേഷ്യമോ നമ്മുടെ ഒരു വികാരപ്രകടനമോ ഒന്നും അവിടെ ഉണ്ടാവരുത്. നല്ല രീതിയിൽ ടൂറിസ്റ്റിനോട് പെരുമാറും. ടൂറിസ്റ്റ് ഇങ്ങോട്ട് ചേർന്ന് ദേഷ്യപ്പെട്ടാൽ പോലും നമ്മൾ ഈ നാടിന്റെ കൾച്ചറൽ അംബാസഡർ ആണ്. അതുകൊണ്ട് തന്നെ അവരെ സമാധാനിപ്പിക്കുക, സോറിയൊക്കെ പറഞ്ഞ് അവരെ ഒരു നല്ല മൂഡിൽ എത്തിക്കുക, ഒരു ഫീൽ ഗുഡ് മൂഡിൽ അവരെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നല്ലൊരു ഗൈഡിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു മോശമായ വാക്ക്, ദേഷ്യം വന്ന് ആവശ്യമില്ലാത്തൊരു വാക്ക്
ഒരു നല്ല ഗൈഡിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അടുത്തത് അവോയ്ഡ് അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദ എന്ന് പറയാം. നമ്മൾ കാണിക്കേണ്ട മാന്യതയും മര്യാദയുമാണ് എത്തിക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾ മദ്യപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു അധ്യാപകനായി ഞാൻ രാവിലെ 2 അടിച്ച് ക്ലാസ്സിൽ വന്നാൽ അത് ഒരിക്കലും എത്തിക്സിന് പറ്റുന്നൊരു പരിപാടിയല്ല. അധ്യാപകൻ മദ്യപിക്കുന്നതിന് കുഴപ്പമുണ്ടായിരിക്കില്ല, പക്ഷേ മദ്യപിച്ച് ക്ലാസ്സിൽ വരുന്നത് എത്തിക്കലല്ല, അൺഎത്തിക്കലായ ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഒരു ഗൈഡിന്റെ കയ്യിൽ നിന്നും ഉണ്ടാവേണ്ട എത്തിക്കലായ കുറെ പ്രവൃത്തികളുണ്ട്. അയാളുടെ മാന്യതയ്ക്കും മര്യാദയ്ക്കും ചേർന്ന രീതിയിലുള്ള കുറെ പ്രവൃത്തികൾ അത് മാത്രമേ ഉണ്ടാവൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുക, നല്ല സ്ഥലങ്ങൾ അവരെ കാണിക്കാതെ ക്വാളിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക, ക്വാളിറ്റി ഇല്ലാത്ത റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോവുക, കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഉടായ്പ പരിപാടികൾ, കള്ളത്തരം പറയുക, ടൂറിസ്റ്റിന്റെ കൂടുതൽ പണം ചെലവാകുന്ന രീതിയിൽ വേണ്ട കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുക, ടൂറിസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമല്ലാത്ത ഉത്തരങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഉത്തരങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അൺഎത്തിക്കലായ കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഇടപാടുകൾ ഉണ്ടാവരുത്. അൺഎത്തിക്കൽ ആയ ആക്ടിവിറ്റീസ് ഒരിക്കലും ഒരു ഗൈഡിന്റെ കയ്യിൽ നിന്നും ഉണ്ടാവരുത്. ഇത്രയുമൊക്കെയാണ് പ്രധാനമായി. ഒരുപാട് കാര്യങ്ങളുണ്ട് ടൂറിസ്റ്റ് എത്തിക്കറ്റിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജോലിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം, ടൂറിസ്റ്റ് ഗൈഡ് ഒരു ഫുൾ ടൈം ജോലിയല്ല. സാർമാർ സ്കൂളിൽ വരുന്നവരെ രാവിലെ 10 മണി തൊട്ട് 5 മണി വരുന്ന ജോലിയല്ല. ഇത് ഫ്രീലാൻസ് ആണ്. എന്താണ് ഫ്രീലാൻസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. അയാൾ ഒരു സ്ഥാപനത്തിന്റെ ഫോട്ടോഗ്രാഫർ അല്ല. അയാൾ സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കും. ആവശ്യമനുസരിച്ച് അയാൾ ഓരോ പത്രക്കാർക്കോ ഓരോ ചാനലുകാർക്കോ ഒക്കെ ഫോട്ടോസ് കൊടുക്കും. ഫ്രീലാൻസ് പത്രപ്രവർത്തകരുണ്ട്. അവർ ചെയ്യുന്ന എന്താ? അവർ റിപ്പോർട്ടുകൾ തയ്യാറാക്കും. ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ല, അവർ ആരാണോ അവർക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് റിപ്പോർട്ടുകൾ. അപ്പോൾ എപ്പോഴും ഗൈഡ്സ് ഫ്രീലാൻസ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ജോലിക്ക് എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഗൈഡ് ട്രെയിനിങ്, A ക്ലാസ് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നാട്ടിലെ നല്ല ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കയ്യിലോട്ട് അല്ലെങ്കിൽ നല്ല ട്രാവൽ ഏജൻസികളിലേക്ക് ചെല്ലും. ആവശ്യമനുസരിച്ച് അവർ നിങ്ങളെ വിളിക്കുകയാണ് ചെയ്യുക. വിളിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ അവർ ചുമതലപ്പെടുത്തും. ആ പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാശ് കിട്ടും. കിട്ടുന്ന ലക്ഷങ്ങളാണ്. തിരിച്ച് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ വീഴ്ചയ്ക്ക് പോകും. നിങ്ങൾക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടും. വീണ്ടും അടുത്ത പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും. വീണ്ടും അടുത്ത പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കും. അന്നേരം നിങ്ങൾ അടുത്ത ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ആദ്യം പോകുന്ന ട്രാവൽ ഏജൻസിയിൽ നിന്നോ ടൂർ ഓപ്പറേഷൻ ഫേമിൽ നിന്നോ ആയിരിക്കില്ല രണ്ടാമത്തത് കിട്ടുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകൾ 15 ദിവസം 30 ദിവസം ഒക്കെ ആണ് ടൂറിസം ആക്ടിവിറ്റികളിലിരിക്കുക. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഗൈഡിന്റെ ഫീ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 തൊട്ട് 5 വരെ ആളുകൾക്ക് അര ദിവസം ഗൈഡ് ചെയ്യുന്നതിന് 1800 രൂപയാണ് ഡിപ്പാർട്ട്മെന്റ്